ശാലോമിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതുവർഷത്തിൻ്റെ മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഇടയ ശബ്ദം എന്ന പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ അധ്യക്ഷൻ മാർ ജോർജ് വലിയമറ്റം പിതാവാണ്. 1953 മലബാറിലെ സുറിയാനി ക്രൈസ്തവർക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട ആദ്യ രൂപതയാണ് തലശ്ശേരി. മാർ സെബാസ്റ്റ്യൻ വള്ളൂപ്പള്ളി ആയിരുന്നു പ്രഥമ മെത്രാൻ. ഇപ്പോൾ തലശ്ശേരി അതിരൂപതയുടെ മെത്രാനായിരിക്കുന്ന ജോർജ് വലിയമറ്റം പിതാവ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ റോമിൽ സമ്മേളിച്ചിരിക്കുന്ന സമയത്ത് അവിടെ പഠിക്കുകയും അവിടെ വെച്ച് തന്നെ പൗരോഹിത്യ പട്ടം സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടി ഇന്ത്യയിൽ തിരികെ എത്തി തലശ്ശേരി രൂപതയിലെ വിവിധ സ്ഥാനങ്ങളിൽ നിസ്തുലമായ സേവനങ്ങൾ അർപ്പിച്ച വ്യക്തിയാണ്. ഇപ്പോൾ അദ്ദേഹം CBCIയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അഭിമന്യ പിതാവിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണിത്. അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ 50-ാം വർഷം ഗോൾഡൻ ജൂബിലി, മെത്രാനായതിൻ്റെ 25-ാം വർഷം സിൽവർ ജൂബിലി, അദ്ദേഹം ജനിച്ചതിൻ്റെ 75-ാം വർഷം പ്ലാറ്റിനം ജൂബിലി, ഈ 3 ജൂബിലികളും കൂടി സംയുക്തമായി ആഘോഷിക്കപ്പെടുന്ന ഈ വേളയിൽ അഭിമന്യ പിതാവിനെ നമുക്ക് ലഭിച്ചത് വലിയ ഭാഗ്യമാണ്. വന്യ പിതാവേ, അങ്ങേക്ക് ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. അഭിമന്യ പിതാവേ, പൗരോഹിത്യ ജീവിതത്തിൽ അങ്ങേക്ക് വളരെയേറെ അനുഭവ സമ്പത്തുണ്ടല്ലോ. വികാരിയായും മതബോധന ഡയറക്ടറായും മറ്റു പല ചുമതലകളിലും അങ്ങ് വളരെയേറെ വർഷങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് വൈദികർ വളരെയേറെ വെല്ലുവിളികളെ നേരിടേണ്ടി വരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ വൈദികരോട് അങ്ങേക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്? പൗരോഹിത്യം ഇന്ന് പല വെല്ലുവിളികളും നേരിടുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പല വിധത്തിൽ പൗരോഹിത്യം അവഹേളിക്കപ്പെടുന്നുണ്ട്, പുരോഹിതരെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അതെല്ലാം സത്യമാണ്. എങ്കിലും ഇപ്രകാരമുള്ള പീഡനം ഉണ്ടായതുകൊണ്ടോ അവഹേളനം ഉണ്ടായതുകൊണ്ടോ എതിർപ്പുണ്ടായതുകൊണ്ടോ ഒന്നും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പൗരോഹിത്യം നിത്യപുരോഹിതനായ ഈശോയുടെ പൗരോഹിത്യമാണ്. നിത്യപുരോഹിതനായ ഈശോ ഇന്ന് പുരോഹിതർ അഭിമുഖീകരിക്കുമെന്ന് പറയുന്ന അവഹേളനങ്ങളെക്കാൾ പീഡനേക്കാൾ കൂടുതൽ ഒറ്റപ്പെടുത്തേണ്ട കാര്യങ്ങളെല്ലാം അനുഭവിച്ചയാളാണ്. യേശുനാഥൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്രകാരമൊക്കെ ഗുരുവിനോട് ചെയ്തെങ്കിൽ നിങ്ങളോട് അപ്രകാരം ഈ ലോകം പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ലോ. നിങ്ങൾ ഈ വിധത്തിൽ സത്യത്തിന് വേണ്ടി പീഡിപ്പിക്കപ്പെടുമ്പോൾ, അവഹേളിക്കപ്പെടുമ്പോൾ, തിരസ്കരിക്കപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. ഈ വിധത്തിൽ തിരസ്കരിക്കപ്പെട്ട ഒരു ഗുരുവിൻ്റെ ശിഷ്യന്മാരെന്ന നിലയ്ക്ക് ആ തിരസ്കരണം പോലും രക്ഷയ്ക്ക് ഉപകരണമാക്കിയ ആ ഗുരുവിൻ്റെ ശിഷ്യന്മാരെന്ന നിലയ്ക്ക് ഈ തിരസ്കരണം പോലും സന്തോഷകരമായിട്ട് സ്വീകരിക്കുവാനായിട്ട് ബാധ്യതയുള്ളവരാണ്. നിത്യവിരോധനായ ഈശോയുടെ പൗരോഹിത്യത്തെ അനുഗമിക്കുന്ന പൗരോഹിത്യ നിലയ്ക്ക് ആ നിത്യപുരോഹിതൻ നമുക്ക് കാട്ടിത്തന്ന മാതൃക അനുകരിച്ച് ജീവിക്കുവാനായിട്ട് എല്ലാ പുരോഹിതരും ബാധ്യസ്ഥരാണ്. അവഹേളനങ്ങളും മരണം തന്നെ നേരിടേണ്ടി വന്നെങ്കിൽ പോലും അവയിൽ നിന്നും ദൗത്യ നിർവഹണത്തിൽ പിന്മാങ്ങാതെ പിതൃഹിതം നിർവഹിച്ചുകൊണ്ട് ജീവനെ അർപ്പിച്ച ഒരു പുരോഹിതൻ്റെ അനുയായികളാണ് സഭയിലെ പുരോഹിതർ. അപ്പോൾ ഇന്നനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഒരിക്കലും നിരാശപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ടുള്ള വലിയ കടമ പുരോഹിതന്മാർക്കുണ്ട്. പിതാവേ, ആദിമ കുടിയേറ്റ കാലങ്ങളിൽ വളരെയേറെ പ്രാരബ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നിട്ടും ബഹുമാനപ്പെട്ട വൈദികർക്ക് ഇടവകളിൽ സാക്ഷ്യം നൽകുവാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇന്ന് അതേ വിധത്തിൽ ഒരു സാക്ഷ്യം നൽകാൻ
കഴിയുന്നുണ്ടോ? പൗരോഹിത്യ ജീവിതത്തിൽ പുരോഹിതരുടെ ഭാഗത്തു നിന്നും കുറവുകൾ സംഭവിക്കുന്നുണ്ട്. മാനുഷികമായിട്ടുള്ള ബലഹീനതകൾ അവർക്കുമുണ്ട്. അപ്രകാരമുള്ള ബലഹീനതകൾ തീർച്ചയായിട്ടും വിശ്വാസികളുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഉതപ്പിനും കാരണവുമാകുന്നുണ്ട്. അപ്രകാരം സംഭവിക്കാതിരിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവർ പ്രത്യേകം ശ്രദ്ധിക്കുകയും ആവശ്യമായിട്ടുള്ള പ്രതിവിധികൾ പ്രീക്കോഷൻസ് എടുക്കേണ്ടതും അത്യാവശ്യമാണ്. ബലഹീനത മനുഷ്യരുടെ ഭാഗത്തു നിന്ന് ഉണ്ടെങ്കിൽ, കാരണം മനുഷ്യൻ ബലഹീനനാണ്, അതൊരു കാരണവശാലും ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെ ബലഹീനമാക്കുകയില്ല. പിതാവേ, ആദിമ കുടിയേറ്റ കാലങ്ങളിൽ ബഹുമാനപ്പെട്ട വികാരിയച്ഛന്മാർക്ക് കുടുംബങ്ങളോട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. തിരിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ കുടുംബങ്ങളോട് അങ്ങേക്ക് നൽകുവാനുള്ള സന്ദേശം എന്താണ്? വിശ്വാസത്തിൻ്റെ കുറവ് ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ആ പൗരോഹിത്യത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പ്രയാസമുണ്ടാകും. പുരോഹിതരുടെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും അവരുടെ ലക്ഷ്യം വയ്ക്കുന്ന നിത്യപ്രധാന ഈശോയുടെ ജീവിതം നയിക്കുവാനായിട്ട് സർവ്വവിധ കഴിവിന് പരിശ്രമിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ പുരോഹിതരുടെ ജീവിത പോരാട്ടത്തിൽ, ക്ലേശങ്ങളിലെ ബുദ്ധിമുട്ടുകളിലൊക്കെ അവർക്ക് ആശ്വാസം ലഭിക്കേണ്ടത്, അവർക്ക് അപകടങ്ങളിൽ പോലും സുരക്ഷിതത്വം ലഭിക്കേണ്ടത് വിശ്വാസികളുടെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ വൈദികരെ ഒഴിവാക്കാതെ അവരുടെ സ്നേഹം വഴിയായിട്ട്, സഹകരണം വഴിയായിട്ട്, അവർ നൽകുന്ന സംരക്ഷണം വഴിയായിട്ട് അവരെ ശക്തിപ്പെടുത്തുവാനുള്ള വലിയ കടമ വിശ്വാസികൾക്കുണ്ട്. കാരണം ഓരോ പുരോഹിതനും വിളിക്കപ്പെട്ടിരിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല, വിശ്വാസികൾക്ക് വേണ്ടിയാണ്, സഭയെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പുരോഹിത ജീവിതത്തിൽ എന്തെല്ലാം ക്ലേശങ്ങളും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും പുരോഹിതരെ ഞങ്ങളെ ശക്തിപ്പെടുന്നത്, മുൻപോട്ട് സഹായിക്കുന്നത് ഈ വിശ്വാസികളുടെ സ്നേഹവും അവരുടെ പരിഗണനയും അവരുടെ പ്രാർത്ഥനയുമാണ്. ആ വിശ്വാസികളുടെ ആ സഹകരണത്തിലും പ്രാർത്ഥനയിലും ആശ്രയിച്ചിട്ടാണ് മാനുഷികമായിട്ട് ഞങ്ങൾ പ്രയാസമുള്ള ജീവിത വഴി ഞങ്ങൾ തിരഞ്ഞെടുക്കുകയും അത് വിശ്വസ്തമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. പിതാവേ, പണ്ടൊക്കെ ഒരു ജനതയുടെ ധാർമ്മിക മൂല്യങ്ങളെയും കാഴ്ചപ്പാടുകളെയും സ്വാധീനിച്ചിരുന്നത് മതങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് വികസിതമായ ഈ കാലഘട്ടത്തിൽ മീഡിയകൾ, ഇൻ്റർനെറ്റ്, വാർത്താ മാധ്യമങ്ങളൊക്കെ ആശയങ്ങളെയും കാഴ്ചപ്പാടുകളെയും രൂപീകരിക്കാൻ പ്രധാന പങ്ക് വഹിക്കുന്നത് അപകടകരമല്ലേ? ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കാമോ? തീർച്ചയായിട്ടും അപകട കാരണമാണ്. ഇന്ന് ലോകത്തിലെ പകരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന് പകരം പണവും സ്വത്തും ലൗകിക സുഖങ്ങളും സൗകര്യങ്ങളുമെല്ലാം. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ തന്നെ ഒരു അപകട മേഖലയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഈ ലോക പുരോഗതിയും സമ്പത്തും ഈ ലോക സുഖങ്ങളും നമ്മൾ സ്ഥാപിക്കുകയും അതിന് ആരാധകരായി തീരുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മൂല്യച്യുതി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദൈവത്തിൽ വിശ്വാസം വഴിയായിട്ട് മാത്രമേ നമുക്ക് ദിശാബോധമുണ്ടാവുകയുള്ളൂ, മൂല്യബോധമുണ്ടാവുകയുള്ളൂ, ലക്ഷ്യബോധമുണ്ടാവുകയുള്ളൂ. അപ്പോൾ അതെല്ലാം തകർക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് ഇന്നത്തെ മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്നത്തെ പുരോഗതിക്ക് വേണ്ടിക്കുന്ന ആഗോളവീകരണം, ഗ്ലോബലൈസേഷന് അത് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. എല്ലാറ്റും ഉപരിയായിട്ട് യഥാർത്ഥ മനുഷ്യൻ ആരാണെന്നുള്ള ബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ ആരാണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട് മനുഷ്യനെ അതുപോലെ ബഹുമാനിക്കുന്നതിനോ ആദരിക്കുന്നതിനോ സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. വിശ്വാസമുള്ളവന് മാത്രമേ ഉള്ളൂ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ ഛായയിലും സാദൃശ്യത്വമാണ്. ആ ഛായയും സാദൃശ്യത്വവും മനുഷ്യന് കാണാൻ മടിച്ചാൽ അവനെ മനുഷ്യനായിട്ട് ബഹുമാനിക്കാനോ സ്നേഹിക്കാനോ പറ്റുകയില്ല. അങ്ങനെ ഇന്ന് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ലോകത്ത് കിട്ടാവുന്ന ലാഭങ്ങളും നേട്ടങ്ങളും ഒക്കെയാണ് മനുഷ്യനെ കാണുന്നത്. പിതാവ്, ഇന്ന് വളർന്നു വികസിതമായിരിക്കുന്ന ഈ സൗകര്യങ്ങളെ, ആധുനിക സങ്കേതങ്ങളെ നമുക്ക് ഉപേക്ഷിക്കാനാവില്ലല്ലോ. അപ്പോൾ അതെങ്ങനെ പ്രയോജനകരമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനാവും? ഒഴിവാക്കാൻ പറ്റിയില്ല.
ഈ വികസനവും പുരോഗതിയും കണ്ടുപിടുത്തങ്ങളൊന്നും തെറ്റല്ല. അതൊക്കെ ദൈവത്തിൻ്റെ പരിപാലനയുള്ളതാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ലോകത്തിൽ ഒരുത്തരും ഒന്നും പുതുതായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. ഇതെല്ലാം ദൈവം സൃഷ്ടിച്ച് പ്രകൃതി നിക്ഷേപിച്ചിട്ടുള്ളതാണ്. മനുഷ്യൻ അവന് കിട്ടിയിരിക്കുന്ന കുറച്ച് കഴിവുകൊണ്ട് അതൊന്ന് തിരിച്ച് കണ്ടുപിടിക്കുന്നത് മാത്രമേ ഉള്ളൂ. മാധ്യമങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ തെറ്റല്ല, ശാസ്ത്രം തെറ്റല്ല, എല്ലാതാണ്. അപ്പോഴത് ഈ ശാസ്ത്രത്തിന് അറിവ് വെച്ചുകൊണ്ട് ഈ അല്പജ്ഞാനം കൊണ്ട് ദൈവത്തെ അവൻ പുറന്തള്ളുന്നു. അവിടെയാണ് ഈ മൂല്യച്യുതി ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്ന് ഉള്ള മാധ്യമങ്ങളും അതെല്ലാം ഈ മൂല്യബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ദിശാബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യനെ ഒരിക്കലും നഷ്ടപ്പെടാത്ത സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ സാധിക്കണം. അതിന് നമ്മൾ തീർച്ചയായിട്ടും എന്താണ് ചെയ്യുന്നത്? നമ്മൾ സ്നേഹത്തിന് സന്ദേശം കൊടുക്കണം. ഇന്ന് കൊടുക്കുന്ന സ്വാർത്ഥത എനിക്കെന്ത് കിട്ടും, ലോകം മുഴുവൻ ഉണ്ടാകുക എല്ലാ ഗ്ലോബലൈസേഷനോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്കെന്നെ സമ്പാദിക്കണം, എനിക്കെന്നെ സാധിക്കണം. അത് സ്വാർത്ഥതയാണ്. ആ സ്വാർത്ഥത തൊട്ട് എനിക്ക് മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കാൻ സാധിക്കുമെന്നുള്ള ഇതാണ്. അത് സ്നേഹത്തിൻ്റെ സന്ദേശമാണ്. കിട്ടാൻ എന്നുള്ളതല്ല, കൊടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ എല്ലാ മാധ്യമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ സ്നേഹത്തിൻ്റെ സന്ദേശം നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ ഇന്ന് ഉള്ള ഈ മൂല്യച്യുതിയും എല്ലാം മൂല്യച്യുതിക്കും എല്ലാം പരിഹാരം കണ്ടുകൊണ്ട് ദിശാബോധം ഉണ്ടാകാൻ സാധിക്കും. ഒരു കാര്യം തീർച്ചയാണ്, അത് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മളെന്തെല്ലാം ചെയ്താലും കൊള്ളാം, ദൈവം നമ്മളോട് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഒന്നും നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ദൈവത്തെ മാത്രമേ എല്ലാം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ മുൻഗണന കൊടുക്കുന്നതിന് മുൻഗണന കൊടുക്കാതെ പകരങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നതാണ് ഇന്ന് ലോകത്ത് അനുഭവിക്കുന്ന എല്ലാ അസ്വസ്ഥതയുടെയും ആക്രമണത്തിൻ്റെയും മൂല്യമില്ലാത്തതിൻ്റെയും സഹോദരനെ കൊലയുടെയും എല്ലാത്തിൻ്റെയും കാരണമുണ്ടല്ലോ ഇത് കാരണമാണ്. ഇന്ന് ലോകം നേരിടാൻ പോകുന്നത് ഇന്നോട് നാളെ ഇല്ലാത്തതുമാണ്. അതിൻ്റെ പുറകെ പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ നാശത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് ഈശോ പിന്നെയും നമ്മൾ ഓർപ്പിക്കുന്നുണ്ട്, ലോകം മുഴുവൻ നേടിയാലും ഇവിടെല്ലാം നേടിയാലും കൊള്ളാം, നിൻ്റെ ആത്മാവ് നശിച്ചാൽ എന്ത് പ്രയോജനം? അത് സ്വർഗ്ഗരാജ്യം നഷ്ടപ്പെട്ടാണ്ടല്ലോ, ഒരു പ്രയോജനമില്ല. ഇന്നുള്ളതിൽ നാളെ ഇല്ലാത്തത് നമുക്ക് സമാധാനം തരാൻ പറ്റുകയില്ല. അപ്പോൾ ശരിയായിട്ടുള്ള ദൈവവിശ്വാസത്തിലേക്ക് നമ്മൾ ദൈവത്തെ പ്രതീക്ഷിക്കേണ്ടടുത്ത് ദൈവത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ ദൈവത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട്, അതാണ് ആ മുൻഗണനയാണ് നമ്മൾ വിശ്വാസം വഴിയായിട്ട് ദൈവത്തെ നമ്മൾ പിതാവും രക്ഷകനാണ് സ്വീകരിക്കുമ്പോഴേക്കും ആ മുൻഗണനയാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർ ഒരിക്കലും പരാജയപ്പെടുകയില്ല, വിശ്വസിക്കുന്നവർ രക്ഷപ്പെടും. പിതാവേ, വാർത്താ മാധ്യമങ്ങളും നൂതന സങ്കേതങ്ങളും എല്ലാം വളരെ പോസിറ്റീവായി നമ്മൾ ഉപയോഗിക്കണമെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ. ഇനി ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ വളരെയേറെ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്, പ്രത്യേകിച്ചും അങ്ങയുടെ ഭരണ മേഖലയ്ക്കുള്ളിൽ ഉള്ള പ്രദേശങ്ങളിൽ. രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് നിദാനമായി നിൽക്കേണ്ട മനോഭാവങ്ങളെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? എന്ത് മാറ്റമാണ് ആ മേഖലകളിൽ, നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ വരുത്തേണ്ടത്? ഇന്ന് നമ്മൾ പല വിധത്തിലുള്ള പ്രയാസ സാഹചര്യങ്ങളിൽ പോകുന്നുണ്ടെങ്കിൽ പോലും നമുക്കതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അറിയാൻ പാടില്ല. ഒരു കാര്യം നമ്മൾ തിരുത്തണമെങ്കിൽ അറിയണം, അറിയാതെ പറ്റുകയില്ല. അപ്പോൾ ആ വിധത്തിൽ ഈ അറിയാനുള്ള സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് ഇന്നത്തെ മാധ്യമങ്ങൾ തെറ്റായിട്ടുള്ള അറിവുകളാണ് കൊടുക്കുന്നത്. ഇന്നത്തെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്ന പരിഹാര മാർഗങ്ങളല്ല കൊടുക്കുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കേണ്ടി വേണം. നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ആ സ്നേഹത്തിൻ്റെ സന്ദേശം കൊടുത്തില്ലെങ്കിൽ വേറെ എന്തെല്ലാം മാറ്റമുണ്ടായാലും കൊള്ളാം, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഇന്നത്തെ മാധ്യമങ്ങളുടെ കടമയാണ് ഈ മാധ്യമം വെച്ചുകൊണ്ട് ഈ സ്നേഹത്തിന് സന്ദേശം കൊടുക്കണം. ആ സ്നേഹത്തിന് സന്ദേശം കൊടുക്കുവാനാണ് യേശു മനുഷ്യനായി ജനിച്ചത്. അത് രാഷ്ട്രീയ മേഖലയിലേക്കും സാമൂഹ്യ മേഖലയിലേക്കും ആ സന്ദേശം ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും വലിയ മനുഷ്യനുണ്ടോ എല്ലാം ദൈവത്തിൻ്റെ ചായം സദൃഷ്ടമാണ്. ഈ എൻ്റെ പാർട്ടിക്കാരനല്ല എന്ന് വിചാരിച്ച് അവന് ചായം സത് നഷ്ടപ്പെടുന്നില്ല. അവന് അർഹതയ്ക്ക് കൊടുക്കണമെങ്കിൽ എൻ്റെ പാർട്ടിക്കാരനാണെന്ന് നിർബന്ധം പിടിക്കരുത്. എല്ലാ മനുഷ്യരെയും ഈ രാഷ്ട്രീയ വിഭാഗീയ ചിന്തയ്ക്ക് അതീതമായിട്ട് നമ്മൾ മനുഷ്യനായി കാണണം, മനുഷ്യനെ സ്നേഹിക്കണം. നമ്മുടെ സ്നേഹത്തിൻ്റെ വാക്താക്കളായി കഴിയുമ്പോഴല്ലോ സുന്ദരമായിട്ടുള്ള സമാധാനത്തിലൂടി എല്ലാവരെയും സഹായിക്കുന്ന, എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്ന ജീവിതമായി തീരും. അത് തന്നെയാണ് ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നതും എനിക്ക് നിർദ്ദേശിക്കാനുള്ളതും. അങ്ങയുടെ നേതൃത്വത്തിൽ തലശ്ശേരി രൂപത മദ്യവർജന പ്രസ്ഥാനത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുന്നുണ്ടല്ലോ.
ഇന്ന് നമ്മുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും കുട്ടികളിൽ വരെ മദ്യപാനം എന്ന ശീലം എത്തി നിൽക്കുന്ന ഒരു ഫാഷനായി പോലും ഇത്തരുണത്തിൽ അവരോട് നൽകാനുള്ള സന്ദേശം എന്താണ്? നമുക്കെങ്ങനെ ഈ പ്രതിസന്ധിയെ മറികടക്കാനാവും? മദ്യം തീർച്ചയായിട്ടും വിഷമാണ്. വിഷം മനുഷ്യനെ കൊല്ലുന്നതാണ്. അതിന് യാതൊരു സംശയമില്ല. വളരെ കാലമായിട്ട് ഈ മദ്യവർജന പ്രസ്ഥാനത്തിൽ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാരമ്പര്യമാണ് നമുക്കുള്ള കത്തോലിക്ക സഭയ്ക്കുള്ളത്. പ്രത്യേകിച്ച് തലശ്ശേരി രൂപതയ്ക്ക് ഉടമ്പടി പിതാവിൻ്റെ കാലത്ത് തന്നെ മദ്യവർജന വർഷം പ്രഖ്യാപിക്കുകയും അതിനുള്ള പരിശ്രമം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് തലശ്ശേരിയിലെ പ്രതീക്ഷ എന്ന സ്ഥാപനം മദ്യപാനത്തിന് അഡിക്റ്റായവരെ ശുശ്രൂഷിക്കുന്ന സ്ഥാപനം ഞങ്ങൾ നടത്തുന്നുണ്ട്. നമ്മുടെ രൂപതയിലെ നമ്മൾ ചെയ്യുന്ന കാര്യത്തോട് ഗവൺമെൻറ് സഹകരിച്ചുകൊണ്ട് ഈ സംലഭ്യത കുറച്ചാൽ നമ്മൾ ഇന്ന് കിട്ടുന്നതിനേക്കാൾ മെച്ചമായിട്ടുള്ള റിസൾട്ട് കിട്ടും. ആ കാര്യത്തിൽ ഗവൺമെൻറ് പ്രത്യേകമായി താല്പര്യപ്പെടുന്നതാണ്. താൽക്കാലികമായ ലാഭത്തിന് വേണ്ടിയിട്ട് കുറച്ച് പണം ഗവൺമെൻറ് കിട്ടുന്ന പേരിൽ ഈ മദ്യം വിറ്റ് ഈ സമൂഹത്തെയും കുടുംബത്തെയും ഒരു നശിപ്പിക്കുകയാണ്. ആ കാര്യത്തിൽ ഗവൺമെൻറ് കൂടുതൽ സത്വരമായിട്ട് നടപടി എടുക്കേണ്ടത് ആവശ്യമാണ്. ഈ മദ്യം ഈ പ്രകാരം നമ്മൾ നശിപ്പിക്കുന്നതിന് കാരണവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വിശ്വാസത്തിൽ നിന്നുള്ളൊരു മാറ്റമാണ്. കുട്ടികളുടെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ എൻ്റെ കുഞ്ഞുങ്ങളുടെ കഞ്ഞി കുടിക്കേണ്ടതാണ്, കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം നടക്കേണ്ടത്, അതുപോലും മറന്നുകൊണ്ട് മദ്യത്തിന് ചലിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ജീവിതത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, തൻ്റെ കടമ മറക്കുന്നു, വിശ്വാസം മറക്കുന്നു. ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ അവബോധം എല്ലാവർക്കും ഉണ്ടായിക്കൊണ്ട് ഈ കുടുംബത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ ധാർമ്മികത നശിപ്പിക്കുന്ന, നമ്മുടെ ഭാവി തന്നെ നശിപ്പിക്കുന്ന ഈ മദ്യ വിപത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ നിലവിലുള്ള വിദ്യാഭ്യാസ രീതിയിൽ മദ്യത്തിനെതിരായ ഒരു ശക്തമായ സന്ദേശം വിദ്യാർത്ഥി ലോകത്തിന് നൽകാൻ സാധിക്കുന്നുണ്ടോ? ആവശ്യത്തിനില്ല. എങ്കിലും ഇവിടെ തലശ്ശേരി രൂപതയിലെ മദ്യവർജന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ആൻറ്റി ഡ്രഗ്സ് സ്റ്റുഡൻസ് യൂണിയൻ എന്നൊരു പ്രസ്ഥാനം നമ്മുടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സ്കൂളുകളിലുണ്ട്. അതെ, അത് ഇവിടെ മദ്യവർജന കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് സൈത്തോട്ടത്തിൽ അച്ഛൻ്റെ ഭാവനയിൽ ഉദിച്ചതും അദ്ദേഹം പ്രോത്സാഹിച്ചിരിക്കുകയാണ്. ഇവിടെ സ്കൂളുകളിൽ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ മധ്യവന്മാരായ മുതിർന്നവരെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ലെങ്കിലും ഈ കുട്ടികൾക്ക് ഈ ബോധം കുട്ടികൾ വളർത്തി വന്നാൽ ഭാവി തലമുറയെങ്കിലും രക്ഷപ്പെടുന്നത് അത് വളരെയധികം പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു പ്രസ്ഥാനമാണ്. അങ്ങനെ ചെയ്യുന്നുമുണ്ട്. കുട്ടികളെ ബോധവൽക്കരിച്ചാൽ ഭാവിയെങ്കിലും നന്നായി വരുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെയാണ് വിശ്വാസത്തെ അടിത്തറ എടുക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ജീവനോടുള്ള സമീപനം, മനുഷ്യജീവനോടുള്ള സമീപനം. ജീവൻ്റെ സുവിശേഷം സഭ ഇപ്പോഴും ജീവിച്ച നല്ല ജീവൻ്റെ സുവിശേഷം. ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. ജീവൻ നമ്മൾ കൊടുക്കുന്നതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദൈവത്തിൻ്റെ ദാനം നശിപ്പിക്കാൻ ഒരുത്തർക്കും അവകാശമില്ല. അങ്ങയുടെ രൂപതയിൽ ഈ മേഖലയിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എങ്കിലും ഈ തിന്മയുടെ ശക്തി അതിനൊക്കെ വേറെ പുത്തുരുത്തം കണ്ടുപിടിക്കുകയാണ്. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഈ മാധ്യമങ്ങളുടെ വഴിയായിട്ടും ഒക്കെ ആയിട്ട് ഇത് വലിയ തെറ്റൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ബോധവൽക്കരിച്ച് വരികയാണ്. ശരിക്കും ജീവൻ നേരിടുന്ന പ്രതിസന്ധികൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ പ്രതിസന്ധി ഉണ്ടല്ലോ, ജീവൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് വന്ന ജീവൻ നശിപ്പിക്കുന്ന ആ വലിയ തിന്മയാണത്. അത് കൊലപാതകമാണ്. ആ കൊലപാതകം കുറച്ച് ജയിലിൽ കിടക്കുന്നത് തൂക്കിക്കൊള്ളേണ്ടതാണ്. എങ്കിൽ പോലും ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ അമ്മയുടെ ഉദരത്തിൽ വെച്ച് കൊല്ലപ്പെടുന്നു. അതിനെപ്പറ്റി ഒരുത്തർക്കും വേദനയില്ല. ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഇന്ന് അമ്മയുടെ ഉദരത്തിൽ വെച്ച് കൊല്ലുന്ന കുഞ്ഞുങ്ങളുടെ രക്തമെല്ലാം ഒരു പുഴയെക്കൂടെ ഒഴുക്കിയുണ്ടല്ലോ, ഏത് വേനൽക്കാലത്ത് മുഴുവൻ മാത്രം കാണും. കാരണം ഈശ്വരവിശ്വാസം ഇല്ലെങ്കിൽ, ഈ കുഞ്ഞ് ദൈവത്തിന് ചായം സാധിച്ചെന്ന് ചിന്തയില്ലെങ്കിൽ കൊല്ലുന്നതിനാ. ഒരു മാംസപിണ്ഡമാണെങ്കിൽ കൊല്ലുന്നതിൻ്റെ. അപ്പോൾ നോക്കി ഈ വിശ്വാസം എന്തുമാത്രം വിലയുണ്ടെന്ന്. ഈ ജീവൻ ആണ് നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ജീവൻ സ്വീകരിക്കാൻ മടിക്കുന്നതും. ജീവൻ തരുന്ന ജീവനുണ്ടല്ലോ, വിശ്വാസികളെന്നൊക്കെ പറയും സ്വീകരിക്കാനായിട്ടുണ്ട്. ദാനമാണെങ്കിൽ നമ്മൾ ഇതോടെ സ്വീകരിക്കാത്ത ആ രീതിയിൽ നമ്മൾ തെറ്റായി. അങ്ങനെ തീർച്ചയായിട്ടും മനഃപൂർവ്വം ദൈവത്തിൻ്റെ ജീവനെ സ്വീകരിക്കാതിരിക്കുന്നതും തെറ്റാണ്. മടിയായതുകൊണ്ടാണല്ലോ ഭ്രൂണഹത്യ ചെയ്യുന്നത്. അപ്പം അത് തന്നെ പിന്നെ അത് മാത്രമല്ല, ജീവൻ വയ്ക്കുമ്പോഴേക്കും പ്രായം ചെന്നവരുടെ ജീവൻ വത്സരമായിട്ട്. അപ്പോൾ ജീവന് വിലയില്ലെങ്കിലുണ്ടല്ലോ,
ജീവൻ ഒരു 10 പൈസയ്ക്ക് വിലയില്ലെങ്കിൽ നമ്മളൊരു പ്രായം ചെന്നൊരു അപ്പച്ചനെ അമ്മച്ചിയെ എന്തിനാണ് ശുശ്രൂഷിക്കുന്നത്? എത്ര എളുപ്പമുണ്ടെന്ന് കൊന്നു കളയാനായിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുത്താൽ പോരെ? അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ജീവൻ്റെ വില നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നാളെ ഈ ഈ അപ്പനെ കൊല്ലുന്ന അമ്മയെ കൊല്ലുന്ന നമുക്ക് ആർക്കെങ്കിലും അസുഖമുണ്ടെങ്കിൽ അയാളെ ഒഴിവാക്കുന്ന ഒരു മരണത്തിൻ്റെ സംസ്കാരത്തിലേക്ക് വരും. അങ്ങനെ ഒരു സംസ്കാരത്തിൽ മനുഷ്യൻ ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ എന്തുമാത്രം വലുതാണ് ജീവനെ സ്നേഹിക്കുകയും ജീവൻ സംരക്ഷിക്കുന്ന കടമയുണ്ട്. അത് സഭ എപ്പോഴും ഈശോ ജീവൻ ഉണ്ടാകുവാൻ സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയാണ് യേശു വന്നത്. നാളെ എനിക്ക് വലിയ കാര്യം ചെയ്ത് കുഞ്ഞിനെയാണ് ഞാൻ കൊല്ലുന്നതെന്നുള്ള കാര്യം ആ ചിന്ത ഒരു തൃക്കമില്ല. അല്ലെങ്കിൽ എനിക്ക് അല്പം ഈ കുഞ്ഞിനെ വളർത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, ക്ലേശങ്ങളുണ്ട്, എപ്പോഴും എന്തോരം ഞാൻ കൊല്ലുന്നുണ്ടല്ലോ, നാളെ ഇന്നും കുഞ്ഞുങ്ങളെല്ലാവർക്കും ഇഷ്ടമല്ലേ ചിരിച്ച് നമ്മൾ ഉപ്പം നോക്കും ഞാൻ കുഞ്ഞിനെ ഞാൻ ഇന്നലെ കൊന്നത്. അത് ചിന്ത കഴിഞ്ഞ് പിന്നെ ഭ്രാന്തി പിടിക്കാതിരിക്കുമോ? ഇന്ന് ഒത്തിരി പേര് മാനസിക രോഗികളാണെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള തെറ്റുകളാണ് പിന്നെ ശാന്തി കിട്ടിയല്ല. അപ്പോൾ ഇതല്ലേ ആ ദൈവത്തിൻ്റെ വിശ്വാസവും ദൈവത്തിന് ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന ആ ഒരു ജീവിതശൈലിക്ക് മാത്രമേ സമാധാനം കിട്ടുള്ളൂ. മലബാർ പ്രദേശത്ത് സീറോ മലബാർ സഭ വളർന്ന് വികസിക്കുന്നതിന് അങ്ങയുടെ രൂപത വളരെയേറെ പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ടല്ലോ. സീറോ മലബാർ സഭ ഇന്ന് വളർന്ന് നമ്മുടെ സംസ്ഥാനത്തിന് പുറമെ രാജ്യത്തിന് പുറമെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങയുടെ സീറോ മലബാർ സഭയുടെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? അത് മാസ്റ്റർ ഏറ്റു പറഞ്ഞ എൻ്റെ കർത്താവിൻ്റെ ദൈവം വിശ്വാസം, ആ രക്ഷകൻ്റെ വഴി നടക്കാനുള്ള ധൈര്യം അത് നമുക്കുണ്ടാകേണ്ടതാണ്. അപ്പോൾ അത് ആ ധൈര്യം നമ്മുടെ കാർത്തന്മാർക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വ്യത്യസ്തമായിട്ട് സാഹചര്യങ്ങളായിരുന്നെങ്കിൽ പോലും അവരത് നമുക്ക് പകർന്നു അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ഈ സമൂഹം ഉണ്ടത്. അതുപോലെ തന്നെ ആ വിശ്വാസത്തിൽ വിശ്വാസത്തിന് ഏറ്റവും പ്രധാനം കൊടുക്കുന്നു. ആ വിശ്വാസത്തിൽ പ്രകടനമായി വിശ്വനെ കാണുന്നു. അതിനുശേഷം ആ വിശ്വാസത്തിൽ നമ്മൾ ദൈവത്തെ സ്നേഹം മനസ്സിലാക്കുന്നു. ആ സ്നേഹം നമ്മൾ പങ്കുവയ്ക്കുന്നു. ആദ്യമൊക്കെ സഭയുടെ ചെയ്യുന്നതായിരുന്നു. ആ ചൈതന്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഇപ്പോൾ നമ്മൾ ചിലമരെ സംബന്ധിച്ചോളം ആ കാര്യത്തിൽ ഇപ്പം മങ്ങൽ പറ്റിയിട്ടുണ്ട്. ഈ ലോകത്തിൻ്റെ രീതി മുൻപോട്ട് പോയിട്ടുണ്ടല്ലോ. ആ സ്നേഹവും കൂട്ടായ്മയും ഒക്കെ ഇന്ന് കുറഞ്ഞു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് മലബാറിനെ പറ്റി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുടിയേറ്റത്തിൻ്റെ ആദ്യ കാലത്തുണ്ടല്ലോ എന്തൊരു കൂട്ടായ്മയായിരുന്നു, എന്ത് സ്നേഹമായിരുന്നു, അതെല്ലാം ഉണ്ടോ? പിന്നെ അതൊക്കെ പണം കിട്ടിയപ്പോൾ സ്വത്ത് കിട്ടിയപ്പോഴുണ്ടല്ലോ എല്ലാം ഒറ്റപ്പെട്ടായി മറന്നു കളയിരുന്നു. വാട്ടർ കമ്പാർട്ട്മെൻറ്റായിട്ട് എൻ്റെ വീട് എൻ്റെ സ്വന്തം തീർന്നിരുന്നു. അപ്പോൾ അത് പറയുമ്പോൾ മാതൃമാസ്റ്റേ നമുക്ക് തന്നിരിക്കുന്ന ആ വിശ്വാസം മങ്ങൽപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ അത് വേറെ ലോകത്തൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള ചൈതന്യമാണ്. അതുവഴിയായിട്ടാണ് ആ വിശ്വാസം പകർന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ആ കുടുംബ പ്രാർത്ഥനയ്ക്കും മങ്ങൽ തട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഈ ശ്രീമല സഭയ്ക്ക് അതിൻ്റേതായിട്ട് പാരമ്പര്യമുണ്ടെന്നും ആ പാരമ്പര്യമനുസരിച്ച് ജീവിതം വഴിയായിട്ടാണ് ആ വിശ്വാസം നിലനിൽക്കുന്നതെന്നും ഉള്ള ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ ആൾക്കാരെ പഠിപ്പിക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് പിന്നെ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും നമ്മുടെ വിശ്വാസികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെ നമ്മുടെ രീതിയിലായി പ്രാർത്ഥിക്കുന്നതിനും നമ്മുടേതായിട്ടുള്ള വിശ്വാസബോധത്തിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടി സിനഡും നമ്മുടെ അഭിമന്യ സഭാതലവനായ ആചാര്യ പിതാവും പരിശ്രമിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതൊരിക്കൽ ഒരു യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുന്നു. പിതാവിൻ്റെ വീക്ഷണത്തിൽ ഇന്ന് കേരള സഭ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? നമുക്കതിനെ എങ്ങനെ നേരിടാനാകും? തിന്മ എന്നും ലോകത്തിലുണ്ട്. ആ തിന്മ ഇന്ന് വശീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്താണ് നമ്മുടെ പിന്നെ ഉപഭോഗ സംസ്കാരം, സ്വാർത്ഥത, എൻ്റെ കാര്യം എനിക്ക് വേണം എന്നുള്ള ചിന്ത. അപ്പോൾ അത് വിശ്വാസക്കുറവിൽ ഉണ്ടാകുന്നത് വിശ്വാസം കുറിച്ച് മാത്രമേ അത് പരിഹരിക്കാൻ പറ്റുള്ളൂ. ഇന്ന് നമുക്ക് പണവും എല്ലാവർക്കും ഉണ്ട്, സ്വത്തുണ്ട്. എന്തുകൊണ്ടാണ് ഒത്തിരി പേര് പഞ്ഞം കിടക്കുന്നത്? പങ്കെടുക്കാത്ത പണമുണ്ട് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഈ വിധത്തിലുള്ള സത്യ ക്രിസ്ത്യാനിയാണ്. എന്നാൽ സത്യ ക്രിസ്ത്യാനികളല്ലേ ഈ മദ്യം വിറ്റ് കാശുണ്ടാക്കുന്നത്? ഈ സത്യ ക്രിസ്ത്യാനിയല്ലേ ഫ്രിഡ്ജ് വെച്ച് ഈ വിഷം വെച്ചുകൊണ്ട് പിള്ളേർ മോശമാക്കുന്നത്? അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും പിന്നെ നമ്മൾ വലിയൊരു ക്രൈസിസിലാണ്. അപ്പോൾ അതുകൊണ്ട് ആ ക്രൈസിസിൽ കാണുമ്പോഴാണ് പരിശുദ്ധ പിതാവ് ഇപ്പം ബെനഡിക്റ്റ് ലോകത്തിന് മുഴുവനായിട്ട് പ്രഖ്യാപിച്ചെങ്കിൽ പോലും ഉണ്ടോ നമുക്കും അത് നമ്മളിപ്പോൾ പറയും നമുക്ക് കണ്ട പുറമെ വഴിയിലൊക്കെ പോകുന്നുണ്ട് എങ്ങോട്ട് വേണ്ടെന്നൊക്കെ ചിലപ്പോൾ തോന്നും. എന്നാൽ നമുക്കും ആവശ്യമാക്കും നമ്മൾ അനുശോചനം അറിയാൻ പാടില്ലേ എന്തുമാത്രം ക്രൈസിസ് ഉണ്ടെന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ മാത്രം ക്രൈസിസ് ഉണ്ടെന്ന്, നമ്മുടെ സമൂഹത്തിൽ എന്തൊരു ക്രൈസിസ് ഉണ്ട്. വേറെ ഇടപെയിലും കൂട്ടായിലാണ് പോണത്. സഹായിക്കുന്ന സർവീസ് അവിടെ ഉണ്ടോ?
അപ്പോഴങ്ങനെ ആ ക്രൈസിസ് നമുക്കുണ്ട്. ആ വിശ്വാസത്തിൻ്റെ ക്രൈസിസാണ്. അവിടെ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് മാർപ്പാപ്പായ വിശ്വാസ വർഷം ആചരിച്ചത്. അത് 100% വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് തലശ്ശേരി രൂപതയിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള വിശ്വാസ വർഷ ധ്യാനങ്ങൾ ഞങ്ങൾ സംഘടിപ്പിച്ചു. ഈ വർഷത്തിൽ എല്ലാ വീടുകളിലും ഒരു വൈദികൻ ചെന്ന് വെഞ്ചരിച്ചിട്ടുണ്ട്. ഈ എല്ലാ ഇടവകളിലും ചെറിയ ഗ്രൂപ്പ് അനുസരിച്ചിട്ട് ഈ വിശ്വാസ സത്യങ്ങളെ പറ്റിയുള്ള പഠിപ്പീര ക്ലാസ് എടുത്തിട്ടുണ്ട് 4 ദിവസം. അതെല്ലാം പ്രവണതലത്തിലുള്ള സമ്മേളനം വഴിയായിട്ട് ആയിരങ്ങൾ പങ്കുചേരുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു വർഷം കൊണ്ട് 16 ഫോറനുകളായിട്ട് വിശ്വാസത്തെ പഠിപ്പിക്കുന്നൊരു വേദി ഉണ്ടാക്കി. അപ്പോൾ വിശ്വാസം ജീവിക്കേണ്ടതെന്ന് പഠിപ്പിക്കണം. അറിയാത്തവങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അപ്പം ഈ വിധത്തിലുള്ള വിശ്വാസ ബോധവൽക്കരണം ഈ വിശ്വാസ വർഷത്തിൽ നടത്തുക ഈ ലക്ഷ്യം വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ വിശ്വാസം, ഈ വിശ്വാസത്തിൻ്റെ സഭയിൽ പ്രത്യേകിച്ച് അനുഭവിക്കുന്നത് വിശ്വാസത്തിൻ്റെ കുറവുണ്ട്. അത് പരിഹരിക്കാനായിട്ട് പരിശുദ്ധാത്മ ഉദ്ദേശിക്കുന്നു. വിശ്വാസത്തിൽ ജനിക്കണം, വളരണം എന്നുള്ളത്. അതിനുവേണ്ടിയാണ് നമ്മുടെ എല്ലാ കഴിവുകളും ഉപയോഗിക്കേണ്ടത്. ആധ്യാത്മിക കഴിവുകളുണ്ട്, ഭൗതികമായിട്ട് അതെല്ലാം ഉപയോഗിക്കേണ്ടത് വിശ്വാസമുള്ള സമൂഹത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ആ വിശ്വാസമുള്ള സമൂഹത്തിന് മാത്രമേ നിത്യരക്ഷ പ്രാപിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിത്യരക്ഷ പ്രാപിച്ചില്ലെങ്കിൽ മറ്റുള്ളതൊന്നും പ്രയോജനമില്ല. അതുകൊണ്ട് അടിസ്ഥാനം തീർച്ചയായും വിശ്വാസപൂർവ്വമാണ്. പിതാവേ, ശാലോം പ്രേക്ഷകർക്കായി അങ്ങ് നൽകുന്ന ന്യൂ ഇയർ സന്ദേശം എന്താണ്? ഈ പുതുവർഷത്തിലെ എനിക്ക് നൽകാനുള്ള സന്ദേശം യേശുനാഥൻ നമുക്ക് നൽകിയ സന്ദേശം തന്നെയാണ്. ആ സമാധാനത്തിൻ്റെ സന്ദേശം, ആ കൃപയുടെ സന്ദേശം, നിത്യജീവൻ്റെ സന്ദേശം. ആ കാര്യം എന്താണെന്ന് യേശുനാഥൻ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സിനഗോഗിൽ പഠിപ്പിക്കാനായിട്ട് ഏറ്റപ്പോൾ ഐശായാ പ്രവാചകൻ്റെ പുസ്തകം കൊടുക്കപ്പെടുകയും വായിക്കപ്പെടുകയും ചെയ്തു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, നല്ല വാർത്ത അറിയിക്കാനായിട്ട് സുവിശേഷം പറയാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അന്തർക്ക് കാഴ്ച നൽകുവാനായിട്ട്, ബന്ധിതർക്ക് മോചനം നൽകുവാനായിട്ട്, അടുപ്പത്ത് കിടന്നവർക്ക് മോചനം ലഭിക്കുവാനായിട്ട്, എല്ലാത്തിൻ്റെയും രക്തചുരുക്കമായിട്ട് ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ള ഒരു വത്സരം പ്രസംഗിക്കാനായിട്ട്. എൻ്റെ ആശ്വാസമാണ് ദൈവത്തിന് സ്വീകാര്യ വത്സരം, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന ഒരു വത്സരം, ദൈവം നമുക്കറിയിക്കുന്ന നിത്യസഭാഗ്യം പ്രാപിക്കത്തിരിക്കാൻ ഈ ഒരു വത്സരം. അതുപോലെ ദൈവത്തിന് പ്രിയ മക്കളെല്ലാവരും സഹോദരന്മാരെ കാണുന്നവരും അവർക്ക് സഹായിക്കുന്ന, അവരുടെ പങ്കുവെക്കുന്ന സമൂഹം, അതാണ് ദൈവത്തിൻ്റെ സ്വീകാര്യ വത്സരം എന്ന് പറഞ്ഞാൽ ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്ന ഒരു വത്സരം. ശാലോമിലെ എല്ലാ പ്രേക്ഷകർക്കും ഞാൻ ആശംസിക്കുന്നതും നിങ്ങളെല്ലാവർക്കും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നതുമായത് ഈ ദൈവത്തിന് സ്വീകാര്യപ്പെട്ട വത്സരമാണ്. അതിനുള്ള ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് ആശംസിക്കുന്നു. പുതുവത്സരത്തിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അഭിനന്ദ പിതാവേ, ഇടയ ശബ്ദം എന്ന ഈ പരിപാടിയിൽ എത്തിച്ചേർന്നുകൊണ്ട് ശാലോമിലെ മുഴുവൻ പ്രേക്ഷകർക്കും വേണ്ടി അവിടുന്ന് നൽകിയ സ്നേഹവചസ്സുകൾക്ക്, ഉപദേശങ്ങൾക്ക്, നിർദ്ദേശങ്ങൾക്ക് ശാലോം കുടുംബത്തിൻ്റെ വക നന്ദി.